അച്ഛനിൽ നിന്ന് ആഗ്രഹിച്ച സ്നേഹത്തെ ജീവിത പങ്കാളിയിൽ തിരയുന്ന ചിലരുണ്ട്. അത് തിരിച്ചറിയണമെങ്കിൽ 3 ചോദ്യങ്ങൾ ചോദിച്ചേ മതിയാവുകയുള്ളൂ. പ്രത്യേകിച്ച് സ്ത്രീകളാണ് ഈ ഒരു കാര്യം ചെയ്യുന്നത്. ഒന്നാമത്തെ കാര്യം, എന്തുകൊണ്ട് റോങ് പേഴ്സണിലേക്ക് അട്രാക്ട് ചെയ്യപ്പെടുന്നു എന്നുള്ള ചോദ്യം നിത്യേനെ നിങ്ങളുടെ എല്ലാ ബന്ധത്തിലും വരുന്നുണ്ടെങ്കിൽ, രണ്ടാമത്തേത്, എന്തുകൊണ്ട് ഒരു റിലേഷൻഷിപ്പും അതിന്റെ പരിപൂർണതയിൽ എത്തിക്കാൻ സാധിക്കുന്നില്ല എന്ന് നിങ്ങൾ ബന്ധങ്ങൾ നിൽക്കുമ്പോൾ ചോദിക്കുന്നുണ്ടെങ്കിൽ, എന്തുകൊണ്ട് ഞാൻ എന്റെ സെൽഫ് വർത്ത് വീണ്ടും വീണ്ടും പ്രൂവ് ചെയ്യേണ്ടി വരുന്നു എന്നും നിങ്ങൾക്ക് നിങ്ങളോട് ചോദിക്കേണ്ടി വരുന്നുണ്ടെങ്കിൽ, നിങ്ങളൊരു ജീവിത പങ്കാളിയെ അല്ല കണ്ടെത്തിയിരിക്കുന്നത്. നേരെ മറിച്ച് കുഞ്ഞുനാളിൽ നിങ്ങൾക്ക് നഷ്ടമായ അല്ലെങ്കിൽ കിട്ടാതിരുന്ന, അച്ഛനിൽ നിന്ന് ലഭിക്കേണ്ടിയിരുന്ന കരുതലും സ്നേഹവും പരിചരണവും ഒക്കെ മറ്റൊരു വ്യക്തിയെ റീപ്ലേസ് ചെയ്തുകൊണ്ട് അവരിൽ നിന്ന് പ്രതീക്ഷിക്കുകയാണ് നിങ്ങൾ ചെയ്യുന്നത്. ഇത് നിങ്ങൾക്ക് വളരെ ചെറുപ്പത്തിൽ തന്നെ ഉണ്ടായിട്ടുള്ള ഫാദർ ബോണ്ട്, അച്ഛനിൽ നിന്ന് കിട്ടിയ മുറിവും വേദനയും ഒക്കെ കാരണമാണ് നിങ്ങൾ ഈ ഒരു രീതിയിലൊക്കെ അന്വേഷിക്കുന്നത്. നിങ്ങൾക്കൊരു കൈത്താങ്ങായി അല്ലെങ്കിൽ എപ്പോഴും നിങ്ങൾക്കുള്ള ഒരു സപ്പോർട്ടായി ഒന്നും നിങ്ങളുടെ അച്ഛൻ നിൽക്കാൻ സാഹചര്യം അനുവദിച്ചിട്ടുണ്ടാവില്ല. അതല്ല എന്നുണ്ടെങ്കിൽ ആ വ്യക്തിയുടെ വേർപാടിൽ നിന്നൊക്കെ നിങ്ങൾ ഒരു ഫാദറിൽ നിന്ന് കിട്ടേണ്ട ഒരു സ്നേഹത്തെ ആയിരിക്കും ജീവിത പങ്കാളിയെ തിരയുന്നത്. പലപ്പോഴും ലൈഫ് പാർട്ട്ണറിന് അത്തരം കാര്യങ്ങൾ, അത്തരം എക്സ്പെക്ടേഷൻസ് ഒന്നും മീറ്റ് ചെയ്യും കഴിയും എന്നൊന്നുമില്ല. നമ്മുടേതായിട്ടുള്ള എത്ര സാഹചര്യം പറഞ്ഞ് മനസ്സിലാക്കിയാലും ഒരു അച്ഛനായി മാറാൻ അവർക്ക് പറ്റില്ല. നിങ്ങളുടെ ഒരു ഫാദറായിട്ട് മാറാനായിട്ട് അവർക്ക് പറ്റണമെന്നില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ തിരയുന്നത് നിങ്ങളുടെ പാർട്ട്ണറിൽ നിന്ന് കിട്ടേണ്ട സ്നേഹവും കരുതലുമാണോ, അതോ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയി, കിട്ടിയില്ല എന്നൊക്കെ കുഞ്ഞുനാൾ മുതൽ നിങ്ങളുടെ മനസ്സിൽ കൊണ്ടു നടക്കുന്ന ഒരു വേദനയ്ക്കുള്ള പരിഹാരത്തെയാണോ എന്നുള്ളത് ശരിക്കും അറിയണം.